സ്വാഗതം പ്രിയരെ. ഇന്നത്തെ ടാരോ റീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാഭിമാനം എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ലോ സെൽഫ് വർത്ത്, അതായത് എനിക്ക് കഴിവില്ല, ഞാൻ ചെയ്തത് ശരിയാവില്ല എന്ന ചില പാറ്റേൺസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് തോന്നുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ കാർഡ് റൂട്ട് എന്ന് പറയും. രണ്ടാമത്തെ കാർഡ് എന്ത് എനർജിയിലേക്ക് നമ്മൾ മാറണം. മൂന്നാമത്തെ കാർഡ് എന്ത് ചെയ്യണം നമ്മുടെ സെൽഫ് ഗ്രോത്തിന്, സെൽഫ് വർത്ത് വർദ്ധിപ്പിക്കാൻ എന്നുള്ള 3 കാർഡുകളാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് എന്നെടുത്ത് നോക്കട്ടെ. വണ്ടർഫുൾ കിങ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ലോ സെൽഫ് വർത്തിന് കാരണം എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിനിവേശം, പാഷൻ, നമ്മുടെ ഇഷ്ടങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു ജീവിതമല്ല നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ജീവിക്കുന്നത്. അതായത് നിങ്ങളൊരു സാക്രിഫൈസ് ചെയ്യുന്ന ആളാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് ഏറ്റവും പുറകിൽ കൊടുക്കുകയും മറ്റുള്ളവർക്ക് വിഷമം തോന്നുവോ, വേദനിക്കുമോ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റും വരുത്തുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ലോ സെൽഫ് വർത്ത് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും നമ്മുടെ ആഗ്രഹം പറയാനും നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനും പറ്റുമ്പോഴേ നമുക്ക് സെൽഫ് വർത്ത് തോന്നുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. 2, എന്ത് എനർജിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഹൈ പ്രീസസ് എന്ന് പറയുന്ന കാർഡാണ്. ഹൈ പ്രീസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മനോഹരമായിട്ടൊരു വനിത സ്റ്റെപ്സ് ഇറങ്ങി താഴത്തേക്ക് വരുന്നതാണ്. ഈ കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക ശക്തി, ആത്മീയ ശക്തിയായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് 2 തരത്തിലുള്ള ശക്തിയാണ് യൂണിവേഴ്സ് എന്നുള്ളത്. ഒന്ന് പുറമേയുള്ള റിസോഴ്സസ്, അതായത് നമുക്ക് ഈ ലോകത്തുള്ള പുറമേയുള്ള റിസോഴ്സ്, പക്ഷേ അതേപോലെ തന്നെ നമുക്ക് ആന്തരികമായിട്ടുള്ള റിസോഴ്സുകളും കുറേ തന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒരാളുടെ മനസ്സിൽ ആന്തരികമായിട്ട് കാണുന്നൊരു സംഭവമാണ് അയാൾ പുറമേ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പുറം ലോകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മൾ ആന്തരികമായിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്വിച്ച് വെച്ച് അത് മാറി ആ ഒരു എനർജി ലെവൽ, അതായത് നമ്മൾ ഈ വിഷ്വലൈസേഷൻ, പോസിറ്റീവ് അഫർമേഷൻസ്, മാനിഫെസ്റ്റേഷൻ, ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറയുന്നതാണ്. മനസ്സിനുള്ളിൽ ആ പോസിറ്റീവ് എനർജിയിലേക്ക് പതുക്കെ സ്വിച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം കാണുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുക വെച്ചാൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള പാറ്റേൺസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുള്ളൂ. ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറിയേ പറ്റൂ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുകൂടി നമുക്കറിയണം. വണ്ടർഫുൾ എന്ന് പറയുന്നത് 3 ഓഫ് വോൺസ് ആണ്. തീർച്ചയായിട്ടും ഒരു മെൻറ്ററെ കണ്ടുപിടിക്കുകയോ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വഴിയുള്ള ഒരാളെ കണ്ടുപിടിക്കുകയോ ചെയ്ത് അദ്ദേഹം, അതായത് വിജയിച്ച ഒരാളെ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില നെഗറ്റീവ് പാറ്റേൺസ് ആണ്. അത് ഓവർകം ചെയ്യേണ്ടതിന് ഈ എനർജിയിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ ഒരാൾ നിങ്ങൾക്ക് വഴികാട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഈ വ്യക്തിയുടെ ഒരു ഫയർ ആണ് ഇയാൾക്ക് എൻജുന്നത്. അത് മേടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. I wish you good day.